ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. Full syllabus based capsule notes and other study materials in PDF format. 3000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു ഉഗ്രൻ കോംബോ പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ AC സർക്യൂട്ട് വിത്ത് പ്യുർ RLC സർക്യൂട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് കറന്റ് വേരിയേഷൻ, പിന്നെ ഫേസർ എങ്ങനെയാ വരുന്നത്, ഫേസ് ഡിഫറൻസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നോക്കി. ഓക്കെ, അത് മാത്രമല്ല കോമ്പിനേഷൻ സർക്യൂട്ടും നോക്കി. അതായത് RL സീരീസ് സർക്യൂട്ടും RC സീരീസ് സർക്യൂട്ടിന്റെയും വോൾട്ടേജ് കറണ്ട് വാല്യൂസും അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ട് എങ്ങനെ വേരി ചെയ്യുന്നു, വോൾട്ടേജ് കറണ്ട് ഇക്വേഷൻസ്, പവർ ഇക്വേഷൻ, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്സ് ആണ്. RLC എലിമെന്റ്, അതായത് AC സർക്യൂട്ട് ത്രൂ RLC അല്ലെങ്കിൽ AC സർക്യൂട്ട് വിത്ത് RLC എലിമെന്റ്സ്, പിന്നെ ഇംപിഡൻസിന്റെ കോൺസെപ്റ്റ്, അതും കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ ആ ഇംപിഡൻസ് ട്രയാംഗിൾ ഒക്കെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി റെസൊണൻസ് ആണ്, RL സീരീസ് സർക്യൂട്ട് ആൻഡ് പാരലൽ സർക്യൂട്ട്. ആൻഡ് സമയമുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് RLC സീരീസ് സർക്യൂട്ട് വഴി AC പാസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള വേരിയേഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, RLC സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു AC സർക്യൂട്ടില് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ആ സർക്യൂട്ടിനെ RLC സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നു. സോ ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് സോഴ്സ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കറണ്ട് ത്രൂ ദ സർക്യൂട്ടിനെ നമുക്ക് I എന്ന് എടുക്കാം. ആൻഡ് ഐയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ IM sin omega t എന്നാണ് കറണ്ടിന്റെ ഇക്വേഷൻ എടുക്കുന്നത്. ഇത് വോൾട്ടേജ് സോഴ്സ് ആണ്. വോൾട്ടേജിന്റെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, VM sin omega t. ആൻഡ് ഇത് റെസിസ്റ്റൻസ്, ഇത് ഇൻഡക്റ്റൻസ്, ഇത് കപ്പാസിറ്റൻസ്. റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ VR എന്ന് എടുക്കാം, ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ളതിന് VL എന്ന് എടുക്കാം, കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ളതിന് VC എന്ന് എടുക്കാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് വോൾട്ടേജ് ഇക്വേഷൻ കൂടെ എഴുതാം. വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? VR ഈസ് ഈക്വൽ ടു കറണ്ട് I ഇൻറ്റു R. ഈ ഒരു രീതിയിൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR, ഇൻഡക്ടറിന്റെ VL, കപ്പാസിറ്ററിന്റെ VC. സോ VRനെ നമുക്ക് എങ്ങനെ എഴുതാം? I ഇൻറ്റു R എന്ന് എഴുതാം. ആൻഡ് ഇത് റെസിസ്റ്റർ ആയതുകൊണ്ട് വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ് വിത്ത് കറണ്ട്. ഓക്കെ, വോൾട്ടേജും കറണ്ടിനും ഒരേ ഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ് വിത്ത് കറണ്ട് I. ഇനി ഇൻഡക്ടർ എടുക്കുവാണെങ്കിൽ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരുന്നു? VL ആയിരുന്നു. VLനെ നമുക്ക് എങ്ങനെ എഴുതാം? I ഇൻറ്റു XL. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, I ഇൻറ്റു XL. ആൻഡ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിനെ ലീഡ് ചെയ്തായിരിക്കും വരുന്നത്. 90 ഡിഗ്രി ലീഡിങ്ങിലായിരിക്കും ഈ വോൾട്ടേജ് ഫേസർ വരുന്നത്. അപ്പൊ ഫേസർ ആയിട്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ VR ഇതാണെങ്കിൽ, VR നമ്മൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ, VR ഫേസർ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് I വിൽ ബി ഇൻ ഫേസ് വിത്ത് VR എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി VL എടുക്കുവാണെങ്കിൽ, VL നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതാണ് VL ഫേസർ, അതായത് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. അത് കറണ്ടിനെ ലീഡ് ചെയ്ത് വരും. ഓക്കെ, കറണ്ട് ഇവിടെയാണെങ്കിൽ, അല്ല വോൾട്ടേജ് ഇവിടെയാണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും കറണ്ടിന്റെ ഫേസർ വരുന്നത്. അതേപോലെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താ? VCയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കറണ്ട് ആൻഡ് റിയാക്ടൻസ് എന്ന് പറയുന്നത് I ഇൻറ്റു XC. ആൻഡ് ഈ വോൾട്ടേജ് എങ്ങനെയാ വരുന്നത്? കറണ്ടിനെ ലാഗ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ VC നമ്മൾ എടുക്കുവാണെങ്കിൽ, VC എന്ന് പറയുന്ന ഫേസർ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ കറണ്ട് എവിടെ വരും? 90 ഡിഗ്രി ലീഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും കറണ്ടിന്റെ ഫേസർ വരിക. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും കറണ്ടിന്റെ ഫേസർ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് 3 വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ അതിന്റെ ഫേസർ നെക്സ്റ്റ് ഇതിൽ തന്നിട്ടുണ്ട്.
ആൻഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വിയുടെ ഇക്വേഷൻ എന്താ, വി എം സൈൻ ഒമേഗ ടി. അപ്പൊ ഇവിടെ ഐനെ റെഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ വി ആർ ഇൻ ഫേസ് വിത്ത് ഐ വരുന്നു. ഇൻഡക്ടൻസ് വരുമ്പോഴത്തേക്കും വി എൽ ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി എന്ന് പറഞ്ഞു വരുന്നു. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ വി സി ലാഗ്സ് ബിഹൈൻഡ് ഐ ബൈ 90 ഡിഗ്രി. ഇവിടെ കറണ്ട് ആണ് റെഫറൻസ് ആക്കി എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഫേസർ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ആൻഡ് ഈ ഒരു സർക്യൂട്ടില് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്ടൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, റൈറ്റ്? സോ ഇവിടെ ഇപ്പം ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ഉണ്ട്. രണ്ട് എലിമെന്റ്സും കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പാർട്ട് ഫ്രം റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും വരുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് വി എല്ലും വി സി എന്നും പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ 3 കണ്ടീഷൻസ് എടുക്കാൻ പറ്റും. വി എൽ വി സിനെക്കാളും ഗ്രേറ്റർ ആവുമ്പോൾ എന്ത് സംഭവിക്കും, ലെസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, ഈക്വൽ ആവുമ്പോഴത്തേക്കും ഈ സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് എൽ ആൻഡ് എക്സ് സി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. വി എൽ ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് എൽ, വി സി ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് സി. ആൻഡ് എക്സ് എല്ലിന്റെയും എക്സ് സിയുടെയും വാല്യൂ വെച്ചിട്ട് നമുക്ക് വി എല്ലും വി സിയും എങ്ങനെ വേരി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കേസ് എടുക്കുന്നത് വി എൽ ഗ്രേറ്റർ ദാൻ വി സി, രണ്ടാമത്തെ കേസ് എടുക്കുന്നത് വി എൽ ലെസ് ദാൻ വി സി, മൂന്നാമത്തെ ഒരു കേസും കൂടെ എടുക്കാം വി എൽ ഈക്വൽ ടു വി സി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ കൂടെ എടുക്കാം. വി എൽ ഈസ് ഈക്വൽ ടു വി സി. 3 കണ്ടീഷൻസ് നമുക്ക് എടുക്കാം. അപ്പൊ 3ന്റെയും ഫേസർ ഡയഗ്രംസ് ആണ് ഇതായി കാണിച്ചിരിക്കുന്നത്. വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കുന്ന സമയത്ത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ എന്ന് പറയുന്നത് എക്സ് സിയെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, വി എൽ ലെസ് ദാൻ വി സി ആയിരിക്കുന്ന സമയത്ത് എക്സ് എൽ ലെസ് ദാൻ എക്സ് സി ആയിരിക്കും. അതേപോലെ വി എൽ ഈക്വൽ ടു വി സി ആയിരിക്കുന്ന സമയത്ത് എക്സ് എൽ ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആയിരിക്കുന്ന സമയത്ത് വി എൽ ഈക്വൽ ടു വി സി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇനി ഈ 3 കണ്ടീഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. വി എൽ വി സിയെക്കാളും ഗ്രേറ്റർ ആയിരിക്കുമ്പോൾ, അതായത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെക്കാളും ഗ്രേറ്റർ ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ജനറൽ ആയിട്ട് എടുക്കുമ്പോൾ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ ഫൈ. എന്തുകൊണ്ട് വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്ത് വരുന്നു? ബിക്കോസ് ഇൻഡക്ടൻസിന്റെ ഇഫക്റ്റ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ആണ് കൂടി നിൽക്കുന്നത്. അത് കാരണം എപ്പോഴും ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിനെ ലീഡ് ചെയ്ത് വരുന്നു. വേറെ മീൻസ് ഇൻ അതർ ടേംസ് നമുക്ക് എങ്ങനെ പറയാം, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. ഇവിടെ എക്സാക്ട്ലി 90 വരില്ല, പകരം ഒരു ആംഗുലാർ ഡിഫറൻസിലായിരിക്കും വരുന്നത്. ഈ ഒരു വേരിയേഷൻ വരുന്നത് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് വരുന്നത് ബൈ ആൻ ആംഗിൾ ഓഫ് ഫൈ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, വി ആർ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ, വി എൽ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ, ആൻഡ് വി സി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. ആദ്യം നമ്മൾ എടുക്കുന്നത് വി എൽ ഗ്രേറ്റർ ദാൻ വി സി. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് വി എൽ ഡിഫറൻസ് വി സി എന്ന് പറഞ്ഞെടുക്കാം. വി എൽ ആണല്ലോ ഗ്രേറ്റർ, അപ്പൊ വി എൽ മൈനസ് വി സി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ വോൾട്ടേജ് വരുന്നത് വി എൽ മൈനസ് വി സി എന്നാണ് വരുന്നത്. ഇത് വി ആർ എന്ന് വരും. ഈ രണ്ടിന്റെയും എന്താ പറയാ റിസൾട്ടന്റ് ആണ് ടോട്ടൽ വോൾട്ടേജ് വി ടി. അതേപോലെ തന്നെ സെക്കൻഡ് കേസും നമുക്ക് എടുക്കാം. ഇത് ആക്ച്വലി വി എൽ ലെസ് ദാൻ വി സി ആണ്. സോറി, വി എൽ ലെസ് ദാൻ വി സി ആ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വി എൽ ഗ്രേറ്റർ ദാൻ വി സിയും വി എൽ ഈക്വൽ ടു വി സിയും എന്നുള്ള രീതിയിൽ എടുക്കാം. വി എൽ ഈക്വൽ ടു വി സി വരുമ്പോഴത്തേക്കും വോൾട്ടേജും റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് ഇവിടെ എപ്പോഴും വി എൽ മൈനസ് വി സി എന്ന് എടുക്കുന്നതിനേക്കാളും വി എൽ ഡിഫറൻസ് വി സി എന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. വി എൽ ഡിഫറൻസ് വി സി, കാരണം വി എൽ വി സിയെക്കാളും ഗ്രേറ്റർ ആയിരിക്കുമ്പോൾ വി എൽ മൈനസ് വി സി എന്ന് എടുക്കാം. തിരിച്ചു വരുന്ന കേസസ് ഉണ്ടായിരിക്കും അല്ലെ, വി എൽ വി സിനെക്കാളും കുറഞ്ഞു വരുന്ന കേസ് വരും. എപ്പോഴാ, എക്സ് എൽ ലെസ് ദാൻ എക്സ് സി, വി എൽ ലെസ് ദാൻ വി സി. ഈ ഒരു കേസ് വരുമ്പം ഇവിടെ വി എൽ ഡിഫറൻസ് വി സി എന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വി സി ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, വി എൽ കുറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. ഈ കേസിലാണെങ്കിൽ വി എൽ ഗ്രേറ്റർ ദാൻ വി സി, വി എൽ ആണ് കൂടുതൽ, വി സി ആണ് കൂടുതൽ, അപ്പം വി എൽ മൈനസ് വി സി എന്ന് എടുക്കാം.
ഓക്കെ, ഇവിടെ രണ്ടും ഈക്വൽ, അപ്പം വി എൽ ഈക്വൽ ടു വി സി എന്ന് പറഞ്ഞെടുക്കാം. ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെക്കാളും കൂടി നിൽക്കുകയാണെങ്കിൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്ത് വരും. ടോട്ടൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഫേസർ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ വരയ്ക്കാം. വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണ് നമ്മൾ എടുക്കുന്നത്. വി എൽ മേളിലോട്ടും വി സി ഫേസർ താഴോട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വി ആർ എന്ന് പറയുന്ന ഫേസർ വരയ്ക്കുന്നു. വി ആറിന് ഇൻ ഫേസ് ആയിട്ടായിരിക്കും കറണ്ട് ഐ വരുന്നത്. അപ്പൊ ഐ എവിടെ വരും? കറണ്ട് ദാ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ഇനി വി എൽ ഗ്രേറ്റർ ദാൻ വി സി വരുമ്പോഴത്തേക്കും ടോട്ടൽ വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വരും. ബി എല്ലിന്റെ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. എങ്ങനെ വരും? ബി എൽ മൈനസ് ബി സി എന്നുള്ള രീതിയിൽ വരും. ബി എൽ മൈനസ് ബി സി എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടിന്റെയും റിസൾട്ടന്റ് എടുക്കാം. അതായത് വി എൽ മൈനസ് ബി സി ആണ് ഒരു വോൾട്ടേജ് ഡ്രോപ്പും വി ആർ എന്ന് പറയുന്നത് അടുത്ത വോൾട്ടേജ് ഡ്രോപ്പും. അപ്പം ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എടുക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് വി എന്ന് കിട്ടുന്നത്. അപ്പോൾ വിയുടെ പൊസിഷൻ നോക്കിക്കേ, വി കറണ്ടിനെ ലീഡ് ചെയ്ത് വരുന്നു. ഇത് 90 ഡിഗ്രി ആയില്ല, പക്ഷേ ഒരു കുഞ്ഞു ഫേസ് ആംഗിൾ 5 ആയിരിക്കും ആ ഒരു ഫേസ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഫേസ് ഡിഫറൻസ് ആണ് 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്താ? ബി എൽ ലെസ് ദാൻ ബി സി. ബി എൽ ലെസ് ദാൻ ബി സി വരുമ്പോൾ ബി സിയുടെ വാല്യൂ ഗ്രേറ്ററും ബി എല്ലിന്റെ വാല്യൂ ലെസ്സും ആയിരിക്കും. ആൻഡ് ഫേസർ വരയ്ക്കുമ്പോൾ എങ്ങനെയാ? ബി എൽ മേളിലോട്ടും ബി സി താഴോട്ടുമാണല്ലോ വരുന്നത്. ഇവിടെയും നമുക്ക് ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് നമുക്ക് വി ആർ എന്ന് എടുക്കാം. ഓക്കെ, കറണ്ട് ടോട്ടൽ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് നമുക്ക് ഐ എന്ന് എടുക്കാം. ഇനി ഇവിടെ വരുന്നത് എന്താ? ബി സി ആണ് വി എല്ലിനെക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഫേസർ എങ്ങോട്ട് വരും? ബി സിയുടെ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ ബി സിയുടെ ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണേ, ഇങ്ങനെ എടുക്കാം. അപ്പം ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എൽ ഡിഫറൻസ് ബി സി എന്ന് പറഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ബി സി മൈനസ് ബി എൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ബി സിയുടെ വാല്യൂ ആയിരിക്കും ബി എല്ലിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് വരയ്ക്കാം. ഇങ്ങനെ റിസൾട്ടന്റ് വരച്ച് എടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വി എന്ന് കിട്ടും. ടോട്ടൽ വോൾട്ടേജ് വി എന്ന് കിട്ടും. ഇനി വിയുടെയും ഐയുടെയും പൊസിഷൻ നോക്കിക്കേ. വി എങ്ങനെയാ വരുന്നത്? കറണ്ടിനെ ലാഗ് ചെയ്യുന്ന രീതിയിലാണ് വി വരുന്നത്. കറണ്ട് കഴിഞ്ഞിട്ടാണ് വോൾട്ടേജിന്റെ ഫേസർ വരുന്നത്. സോ ബി സി വി എല്ലിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കുന്ന സമയത്ത് കണ്ടീഷൻ എന്താ? ഫേസർ എങ്ങനെ വരും? വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ 5. എന്തുകൊണ്ട് 5? ഇവിടെ എക്സാക്ട്ലി 90 ഒന്നും വരുന്നില്ല, ആംഗുലാർ ഡിഫറൻസ് ആണ് വരുന്നത്. സോ ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ ആംഗിളിനെ നമുക്ക് 5 എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ഇതാണ് രണ്ട് കേസ്. വി എൽ ഗ്രേറ്റർ ദാൻ ബി സിയും ബി സി ഗ്രേറ്റർ ദാൻ ബി എല്ലും രണ്ട് കേസും വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കുക, മൈനസ് ഇടുന്നതിനേക്കാളും വി എൽ മൈനസ് ബി സി എന്ന് പറഞ്ഞിടുന്നതിനേക്കാളും ഡിഫറൻസ് ഇടുവാണെങ്കിൽ ആ നെഗറ്റീവ് ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? വി എൽ ഈക്വൽ ടു വി സി. വി എൽ ഈക്വൽ ടു വി സി എന്ന് പറയുമ്പോൾ വി എൽ ഈക്വൽ ടു വി സി ഈക്വൽ ടു വി ആർ. എല്ലാ വോൾട്ടേജും കറണ്ടിന് ഇൻ ഫേസ് ആയിട്ട് വരും. അപ്പം ഇതൊരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. വി എല്ലും വി സിയും സെയിം ആയിരിക്കുമ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ് വിത്ത് കറണ്ട്. ഓക്കെ, വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ് വിത്ത് കറണ്ട്. ഇവിടെ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, ആംഗുലാർ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് 3 കേസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ഏതൊക്കെയാണ്? എക്സ് എൽ, എക്സ് സി. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ഒരു കണ്ടീഷൻ, എക്സ് എൽ ലെസ് ദാൻ എക്സ് സി ഒരു കണ്ടീഷൻ, എക്സ് എൽ ഈക്വൽ ടു എക്സ് സി. ഇല്ലാന്നുണ്ടെങ്കിൽ ബി എൽ ഗ്രേറ്റർ ദാൻ വി സി, വി സി ഗ്രേറ്റർ ദാൻ വി എൽ, വി എൽ ഈക്വൽ ടു വി സി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഞാൻ ഒരു ഇക്വേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കുന്ന സമയത്തുള്ള ഇക്വേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് വോൾട്ടേജ് ഇതെടുക്കാം. ടോട്ടൽ വോൾട്ടേജ് വി എന്ന് എടുക്കാം. ടോട്ടൽ വോൾട്ടേജ് നമുക്ക് എങ്ങനെ, ടോട്ടൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് എഴുതാം. അപ്പം വി ഈസ് ഈക്വൽ ടു, വി ടിന് പകരം വി എന്ന് എടുക്കാം. വി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഈ ഫോർമുല ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പോ ആർ എൽ സി സർക്യൂട്ടില് ഇപ്പൊ ഈ കേസ് ഞാൻ പറയുന്നത് എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി അല്ലെങ്കിൽ വി എൽ ഗ്രേറ്റർ ദാൻ വി സി, ആ ഒരു കണ്ടീഷനാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി.
ആ കേസിൽ വി എന്ന് പറയുന്നത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഇനി വി ആറിന്റെ ഫോമിൽ എന്താ? ഐ ഇൻറ്റു ആർ. വി എല്ലിന്റെ ഫോമിൽ എന്താ? ഐ ഇൻറ്റു എക്സ്. വി സിയുടെ ഫോമുല ഐ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പം ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ഇപ്പം ഇവിടെ ഈ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും ഐ കോമൺ ആയിട്ട് വരും. ഐനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഇക്വേഷൻ വരുന്നത്. വി ഈസ് ഈക്വൽ ടു ജസ്റ്റ് നമ്മൾ ആ ഒരു അസംഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ വരും. ഐ കോമൺ ആയതുകൊണ്ട് ഐനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഐ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഐ സ്ക്വയർ സ്ക്വയർ റൂട്ടിനകത്ത് കിടപ്പുണ്ട്. അതിനെ പുറത്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഇക്വേഷൻ കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ പാറ്റേൺ തന്നെ അല്ലെങ്കിൽ അതേ മെത്തേഡ് തന്നെ, ഒരേ ഒരു ഡിഫറൻസ് എക്സലും എക്സിയും ഒരുമിച്ച് വരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വോൾട്ടേജ് ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. പ്രോബ്ലം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ കറണ്ടും റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും തരികയാണെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഇത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഐ കണ്ടുപിടിക്കാം. ഐ എന്താ? വി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ആൻഡ് ഈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് എങ്ങനെ എടുക്കാം? ഇംപിഡൻസ് ഇസഡ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഇസഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ്, ഇതും ഈ ഫോർമുലയും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ആൻഡ് ഇതേ ഫേസറിൽ നിന്ന് നമുക്ക് ടാൻ ഫൈയും കോസ് ഫൈയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ടാൻ ഫൈ, അപ്പം ഇതാണ് നമ്മൾ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെയാണ് വരുന്നത്. ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ടാൻ ഫൈ എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വി ടി, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ബി എൽ മൈനസ് ബി സി. അല്ല സോറി, തിരിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോ ടാൻ ഫൈ എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കാം, വി എൽ മൈനസ് വി സി ബൈ ബി ആർ. അപ്പം ബി എല്ലിനെ ഐ ഇൻറ്റു എക്സ് എൽ എന്ന് എടുക്കാം, ഇവിടെ ഐ ഇൻറ്റു എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഐയും ഐയും ഒക്കെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും എക്സ് എൽ മൈനസ്, നമ്മൾ കഴിഞ്ഞ കേസിൽ നോക്കിയ അതേ സെയിം രീതിയിൽ തന്നെ കൊണ്ടുവരിക. പക്ഷെ ഒരേ ഒരു ഡിഫറൻസ് ഞാൻ വീണ്ടും പറയുന്നു, എക്സലും എക്സിയും വരുന്നു. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഫൈ എടുക്കാം. ആൻഡ് പവർ കണ്ടുപിടിക്കേണ്ട ഫോമുല അവിടെ ചെയ്ത പോലെ തന്നെ വി കോസ് ഫൈ. കോസ് ഫൈ കണ്ടുപിടിക്കേണ്ട ഫോമുല വീണ്ടും അവിടെ ചെയ്ത അതേ ഇതാണ്, ബി ആർ ബൈ വി. കോസ് ഫൈന്റെ ഇക്വേഷൻ ഒരിക്കലും ചേഞ്ച് ആവില്ല. എവിടെ പോയാലും അല്ലെങ്കിൽ എങ്ങനെ എടുത്താലും കോസ് ഫൈ എന്ന് പറയുന്നത് ആർ ബൈ ഇസഡ് തന്നെയാണ്. ഓക്കെ, കോസ് ഫൈ എന്ന് പറയുന്നത് ആർ ബൈ ഇസഡ് തന്നെയാണ്. അപ്പം ഇതില് ആർ എൽ സി സർക്യൂട്ടിൽ ഈ ഒരു ഫോർമുല നോക്കി വെക്കുക, ഇസഡിന്റെ ഇക്വേഷൻ നോക്കി വെക്കുക, പവർ ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആൻഡ് പവറിന്റെ ഇക്വേഷൻ കൂടെ നോക്കി വെക്കുക. ഇതിപ്പോ ഞാൻ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സിയുടെ ഇക്വേഷൻ ആണ് എഴുതിയത്. നിങ്ങൾ ഇത് എക്സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കുക. വേറൊന്നുമല്ല, എക്സ് എല്ലിന് പകരം എക്സി ഇടുക, എക്സിക്ക് പകരം എക്സ് എൽ ഇടുക. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. അതിനനുസരിച്ച് ഇക്വേഷൻ എഴുതി അങ്ങ് പോന്നാൽ മതി. ഇവിടെ വരുമ്പം ഈ ഫൈൻ്റെ ഇത് വരുമ്പോഴത്തേക്കും എക്സി മൈനസ് എക്സ് എൽ തിരിച്ചു വരും, എക്സി മൈനസ് എക്സ് എൽ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള നമുക്ക് ആർ എൽ സർക്യൂട്ട് തന്നെ എടുക്കാം. ആർ എൽ സർക്യൂട്ട് നല്ല രീതിയിൽ ഇക്വേഷൻസ് നോക്കി വെച്ചാൽ അതേപോലെ തന്നെ ആർ സിയും ആർ എൽ സിയും നമുക്ക് എഴുതാൻ പറ്റും. ആർ എൽ സിയിൽ 2 ടേംസ് വരും, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് എ സി ത്രൂ ആർ എൽ സി സീരീസ് സർക്യൂട്ടിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോ ആർ എൽ സി സീരീസ് സർക്യൂട്ട് വരുമ്പോഴത്തേക്കും 3 കണ്ടീഷൻസ് ഉണ്ട്. എക്സ് എൽ അല്ലെങ്കിൽ വി എൽ ഗ്രേറ്റർ ദാൻ വി സി, വി എൽ ലെസ് ദാൻ വി സി, വി എൽ ഈക്വൽ ടു വി സി. വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കുമ്പോൾ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ 5. വി എൽ ലെസ് ദാൻ വി സി ആയിരിക്കുമ്പോൾ വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് ദ കറണ്ട് ബൈ 5. സപ്പോസ് ഈക്വൽ ടു വന്നാൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. ദർ വിൽ നോട്ട് ബി എനി ഫേസ് ഡിഫറൻസ്. ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, അപ്പം ഇത് എല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. വെൻ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി, ഫേസ് ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും. ഫേസ് ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും. സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ട് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നു? ഇൻഡക്റ്റൻസിന്റെ ഇഫക്റ്റ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അത് കാരണം സർക്യൂട്ടിനെ നമുക്ക് ഇൻഡക്റ്റീവ് എന്ന് പറയാം. അത് ഒരു ആർ എൽ സീരീസ് സർക്യൂട്ട് ആയിട്ടായിരിക്കും സർക്യൂട്ട് ആക്ട് ചെയ്യുന്നത് എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആയിരിക്കുന്ന സമയത്ത്.
ഇനി നെക്സ്റ്റ് എടുക്കാം. എക്സൽ ലെസ് ദാൻ എക്സി ആയിരിക്കുന്ന സമയത്ത് ഫൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ഫേസ് ആംഗിൾ ഫൈ നെഗറ്റീവ് ആണ്. ഇവിടെ എക്സൽ എക്സിയെക്കാളും കുറഞ്ഞാണ് വരുന്നത്, എക്സൽ എക്സിയെക്കാളും കുറഞ്ഞാണ് വരുന്നത്. അപ്പോഴത്തേക്കും എക്സി ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പം കപ്പാസിറ്റൻസിന്റെ ഇഫക്റ്റ് ആണ് കൂടുതൽ വരുന്നത്. സോ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സർക്യൂട്ട് കപ്പാസിറ്റീവും ഇതൊരു RC സീരീസ് സർക്യൂട്ട് ആയിട്ടായിരിക്കും സർക്യൂട്ട് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? എക്സൽ ഈക്വൽ ടു എക്സി. എക്സൽ എക്സിക്ക് ഈക്വൽ ആയിട്ട് വരുമ്പോഴത്തേക്കും ഫേസ് ആംഗിൾ 0 ആയിരിക്കും. കാരണം വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കുമല്ലോ. സർക്യൂട്ടിന്റെ നേച്ചർ എന്തായിരിക്കും? പ്യോർലി റെസിസ്റ്റീവ്. അതായത് സർക്യൂട്ട് ഒരു പ്യോർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും, അതായത് ആർ സർക്യൂട്ട് ഉണ്ട്, പ്യോർ ആർ സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ എക്സൽ ഗ്രേറ്റർ ദാൻ എക്സി ഓർ VL ഗ്രേറ്റർ ദാൻ VC ആയിരിക്കുന്ന സമയത്ത് ഫൈ പോസിറ്റീവ് ആയിരിക്കും, സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആയിരിക്കും, RL സീരീസ് സർക്യൂട്ട് ആയിട്ടായിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത്. എക്സൽ ലെസ് ദാൻ എക്സി അല്ലെങ്കിൽ VC വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ് ആയിരിക്കുമ്പോൾ ഫൈ നെഗറ്റീവ് ആയിരിക്കും, സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്, ആൻഡ് RC സീരീസ് സർക്യൂട്ടിനെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. എക്സൽ ഈക്വൽ ടു എക്സി ആയിരിക്കുന്ന സമയത്ത് ഫേസ് ആംഗിൾ 0 ആയിരിക്കും, പ്യോർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. ഇനി നമുക്ക് AC സർക്യൂട്ടില് ഡിഫറെന്റ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറലി നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ ആണ് സർക്യൂട്ടിൽ നമ്മൾ പവർ ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റിയൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ, സെക്കൻഡ് വൺ ഈസ് റിയാക്റ്റീവ് പവർ, തേർഡ് വൺ ഈസ് അപ്പാരന്റ് പവർ. ഓക്കെ, അപ്പൊ റിയൽ പവർ എന്താണ്, റിയാക്റ്റീവ് പവർ എന്താണ്, അപ്പാരന്റ് പവർ എന്താണെന്ന് നോക്കാം. റിയൽ പവർ എന്ന് പറഞ്ഞാൽ, റിയൽ പവറിന് പറയുന്ന വേറൊരു പേര് എന്താ? ആക്റ്റീവ് പവർ. റിയൽ പവറിന് പറയുന്ന വേറൊരു പേര് ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടില് യൂസ്ഫുൾ വർക്ക് ചെയ്യുന്ന ഒരു പവർ, അല്ലെങ്കിൽ പവർ ദാറ്റ് ഡസ് യൂസ്ഫുൾ വർക്ക് ഇൻ ദ സർക്യൂട്ട്, അതിനെയാണ് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് റിയാക്റ്റീവ് കമ്പോണന്റ് ആയിരിക്കും, യൂസ്ഫുൾ വർക്ക് ഒന്നും ഡസ് നോട്ട് ഡസ് എനി യൂസ്ഫുൾ വർക്ക്. അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ടോട്ടൽ പവർ. ഓക്കെ, അപ്പം പവർ ദാറ്റ് ഡസ് യൂസ്ഫുൾ വർക്കിനെ റിയൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറയുന്നു. യൂസ്ഫുൾ വർക്ക് ചെയ്യാത്ത, അതായത് എന്താണ്, പവർ ദാറ്റ് ഡസ് നോട്ട് ഡു എനി യൂസ്ഫുൾ വർക്ക് ഇൻ എ സർക്യൂട്ട്, അതിനെ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നു. ടോട്ടൽ പവർ ഇൻ ദ സർക്യൂട്ടിനെ അപ്പാരന്റ് പവർ എന്ന് പറയുന്നു. റിയൽ പവറിനെ P എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. റിയാക്റ്റീവ് പവറിനെ Q എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പാരന്റ് പവറിനെ S എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം വെക്ടർ S എന്ന് പറയുന്നത് P+Q, വെക്ടർ P+ വെക്ടർ Q എന്നുള്ള രീതിയിലായിരിക്കും അപ്പാരന്റ് പവർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഫേസർ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. ഇപ്പൊ ഒരു ലാഗിംഗ് പവർ ഫാക്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലാഗിംഗ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. ഓക്കെ, അപ്പോ ഈ ഒരു കേസിൽ കറണ്ടിനെ 2 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു കമ്പോണന്റ് എലോങ് ദി വോൾട്ടേജ്, വോൾട്ടേജിന്റെ സെയിം ഇതായിട്ട് ആക്ട് ചെയ്യുന്നു, അതിനെയാണ് ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്താ? I cos phi. ഇതും ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട്, അല്ലെങ്കിൽ ഹൗ വിൽ യു റീപ്രസെന്റ് ദി ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട്. ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ടിനെ എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? I into cos phi. cos phi ആണ് ആ ടേം, കേട്ടോ. ഇനി വേറെ രണ്ടാമത്തെ കമ്പോണന്റ് എങ്ങനെ വരും? വോൾട്ടേജിന് 90 ഡിഗ്രി അല്ലെങ്കിൽ വോൾട്ടേജിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും ഒരു കമ്പോണന്റ്. അതിനെ എങ്ങനെയാ റീപ്രസെന്റ് ചെയ്യുന്നത്? I into sin phi എന്നായിരിക്കും റീപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തത് I into cos phi, വോൾട്ടേജ് കമ്പോണന്റിന്റെ അലോങ് സൈഡ് ആയിട്ട് വരും. രണ്ടാമത്തത് എന്താണ്? വോൾട്ടേജ് കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അതിനെന്താ പറയുന്നത്? റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്നാ പറയുന്നത്. അതിന് റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്താണ്? I cos phi. റിയാക്റ്റീവ് കമ്പോണന്റിന് I sin phi. ആക്റ്റീവ് കമ്പോണന്റ് അലോങ് ദി വോൾട്ടേജ് വരും, റിയാക്റ്റീവ് കമ്പോണന്റ് പെർപെൻഡിക്കുലർ ടു ദി വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഈ ആക്റ്റീവ് കമ്പോണന്റ് കാരണം ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവറിനെയാണ് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവറിന് പറയുന്ന വേറൊരു പേരെന്താ? ആക്റ്റീവ് പവർ ഈസ് ഓൾസോ നോൺ ആസ് റിയൽ പവർ.
ഞാൻ നേരത്തെ പറഞ്ഞു പി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ വി ഇൻറ്റു ഐ എന്നല്ലേ പറയുന്നത്, ഇവിടെ ഐന് പകരം എന്തെടുക്കാം, ഐ കോസ് ഫൈ എന്ന് എടുക്കാം. സോ ആക്റ്റീവ് അല്ലെങ്കിൽ റിയൽ പവറിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ്, പി ഈസ് ഈക്വൽ ടു ബി ഐ കോസ് ഫൈ. ഓക്കെ, ഇനി വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ ആണ്. കോസ് ഫൈയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞത് കോസ് ഫൈയുടെ ഇക്വേഷൻ എന്താ, ആർ ബൈ ഇസഡ് ആണ്. കോസ് ഫൈയുടെ ഇക്വേഷൻ ആർ ബൈ ഇസഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പവർ എന്ത് കിട്ടും, ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് കിട്ടും. റിയൽ പവറിനെ ഐദർ വി ഐ കോസ് ഫൈ എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് എടുക്കാം. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് റിയൽ പവർ ഡസ് യൂസ്ഫുൾ വർക്ക് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, അപ്പം റിയൽ പവർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൽ കൺസ്യൂം ചെയ്യുന്ന പവറിനെയാണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൺസ്യൂം ചെയ്യുന്ന പവറിനെയാണ് റിയൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ റിയൽ പവറിന്റെ യൂണിറ്റ് വാട്ടിലായിരിക്കും യൂഷ്വലി റീപ്രസെന്റ് ചെയ്യുന്നത്. വാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ജനറലി നമ്മൾ പറയുമ്പോൾ വാട്ടാണ്, കിലോ വാട്ട് ആവാം, മെഗാ വാട്ട് ആവാം, അത് ഡിപ്പെൻസ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. റിയൽ പവറിന് പറയുന്നത് ആക്റ്റീവ് പവർ എന്നാണ്. കറണ്ടിന്റെ ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് കാരണം ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവറിനെയാണ് ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. പി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് അത് റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ജനറലി പി ഈസ് ഈക്വൽ ടു ബി ഐ കോസ് ഫൈ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഐ സ്ക്വയർ ആർ എന്ന് വേണമെങ്കിൽ അതിനെ എഴുതാം. ഓക്കെ, റിയൽ പവർ എന്ന് പറയുന്നത് യൂസ്ഫുൾ വർക്ക് ചെയ്യുന്ന പവറിനെയാണ് റിയൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് എന്താണ്, റെസിസ്റ്റൻസ് കൺസ്യൂം ചെയ്യുന്നതാണ് റിയൽ പവർ എന്ന് പറയുന്നത്. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, റിയൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് പവർ നോക്കാം, റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ റിയാക്റ്റീവ് കമ്പോണന്റ് കാരണം ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന പവറിനെയാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവർ ക്യൂ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം റിയാക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഐ സൈൻ ഫൈ. അപ്പൊ ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം, ബി ഇൻറ്റു ഐ സൈൻ ഫൈ. അപ്പൊ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ സ്ക്വയർ എക്സ് എൽ, റിയൽ പവർ വന്നത് ഐ സ്ക്വയർ ആർ, റിയാക്റ്റീവ് പവർ വരുമ്പോൾ ഐ സ്ക്വയർ എക്സ് എൽ. ആൻഡ് ഈ പവർ എന്ന് പറയുന്നത് ഇൻഡക്ടർ കപ്പാസിറ്റർ ഒക്കെ ഉണ്ടല്ലോ, ആ കമ്പോണന്റ് വഴി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പവറാണ് റിയാക്റ്റീവ് പവർ. അതേസമയം ആക്റ്റീവ് പവർ എന്താണ്, റെസിസ്റ്റൻസിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന പവർ. ഓക്കെ, ആൻഡ് റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് VAR അല്ലെങ്കിൽ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ്. VAR എന്ന് പറയുന്നത് വോൾട്ട് ആംബിയർ റിയാക്റ്റീവ്, അതാണ് റിയാക്റ്റീവ് പവർ. അപ്പോ power due to reactive component denoted by Q, BI sin phi അല്ലെങ്കിൽ I square XL, does not do any useful work, circulates in L and C components, unit volt ampere reactive. അടുത്തത് അപ്പാരന്റ് പവർ. അപ്പാരന്റ് പവർ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ടോട്ടൽ പവർ ഇൻ ദ സർക്യൂട്ട്. ഇറ്റ് ഈസ് റിപ്രസെന്റഡ് ബൈ എസ്. എസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പൊ ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ഒന്നും എടുക്കുന്നില്ല, പകരം ഇംപിഡൻസ് ആണ്, ഐ സ്ക്വയർ ഇൻറ്റു ഇസ്. എസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല കൂടിയുണ്ട്, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞു എസ് എന്ന് പറയുന്നത് വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ എന്നുള്ള രീതിയിൽ എടുക്കാം. വെക്ടർ ഫോമിൽ, സ്കേലാർ ഫോമിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ആൻഡ് ഇതിന്റെ യൂണിറ്റ് നമുക്കൊന്ന് നോക്കാം. യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താ, വോൾട്ട്. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ. വി ഇൻറ്റു ഐ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അപ്പാരന്റ് പവറിന്റെ യൂണിറ്റ് എങ്ങനെ എടുക്കാം, വോൾട്ട് ആംബിയർ എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, അപ്പം ഈ മൂന്ന് പവറിനെ കുറിച്ച് മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു പവറിനെ കുറിച്ച് മിക്കവാറും ചോദിക്കുന്നതാണ്. അപ്പം റിയൽ പവറിന്റെ വേറൊരു പേര് ആക്റ്റീവ് പവർ, പി വെച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. BI കോസ് ഫൈ ആണ്. യൂണിറ്റ് എന്താണ്, കിലോ വാട്ട് അല്ലെങ്കിൽ വാട്ട് ആയിരിക്കും. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് Q ആണ്, BI സൈൻ ഫൈ, ഡസ് നോട്ട് ഡു എനി യൂസ്ഫുൾ വർക്ക്. പിന്നെ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ് ആണ്. അപ്പാരന്റ് പവർ എന്ന് പറയുന്ന ടോട്ടൽ പവർ, എസ് എന്ന് റിപ്രസെന്റ് ചെയ്യുന്നു, പി ഇൻറ്റു ഐ ആണ്, വോൾട്ട് ആംബിയർ ആണ്, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് റീപ്രസെന്റ് ചെയ്യാം.
അപ്പൊ ഇത്രയുമാണ് 3 പവേഴ്സ്. ഈ 3 പവറും വെച്ചിട്ട് നമ്മൾ നേരത്തെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരച്ചതുപോലെ തന്നെ പവർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് പവർ ട്രയാങ്കിൾ. റിയൽ പവർ ഹൊറിസോണ്ടൽ ആയിട്ടും അതിന്റെ 90 ഡിഗ്രി ആയിട്ട് റിയാക്റ്റീവ് പവറും, അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് റിയൽ പവർ പ്ലസ് റിയാക്റ്റീവ് പവർ എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്, അപ്പാരന്റ് പവർ. അപ്പാരന്റ് പവർ എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് സൈഡിലായിരിക്കും വരുന്നത്. ഇപ്പൊ റിയൽ പവറിനെ പി എന്ന് റിപ്രസെന്റ് ചെയ്യാം, പി എന്ന് പറയുന്ന വി ഐ കോസ് ഫൈ. റിയാക്റ്റീവ് പവറിനെ ക്യൂ എന്ന് റിപ്രസെന്റ് ചെയ്യാം, ക്യൂ എന്ന് പറയുന്നത് വി ഐ സൈൻ ഫൈ. അപ്പാരന്റ് പവറിനെ എസ് എന്ന് റിപ്രസെന്റ് ചെയ്യാം, എസ് എന്ന് പറയുന്ന വി ഇൻറ്റു ഐ. ഈ ഒരു ആംഗുലാർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈ, പവർ ഫാക്ടർ ആംഗിൾ അല്ലെങ്കിൽ ഫൈ എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിനും ഹൈപ്പോട്ടന്യൂസും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ എങ്ങനെയാ റീപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഫൈ എന്നാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. പൈത്തഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസിലുള്ളത് എസ് ആണ്. എസിനെ നമുക്ക് എങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇനി കോസ് ഫൈ എങ്ങനെ എഴുതാം, കോസ് ഫൈ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് ഫൈ, പവർ ഫാക്ടർ കോസ് ഫൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ് ഓഫ് ഈ ഫൈ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് എന്താ, വി ഐ കോസ് ഫൈ. ഹൈപ്പോട്ടന്യൂസ് എന്താ, വി ഐ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, നേരത്തെ നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഐ കോസ് ഫൈ, നമ്മൾ വി ഐ കോസ് ഫൈ ഡിവൈഡഡ് ബൈ വി ഐ ചെയ്യുമ്പോൾ വി ഐയും ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് ഈ കോസ് ഫൈ കിട്ടുന്നത്. ഓക്കെ, ഇനി അഡ്ജസന്റ് സൈഡിൽ വരുന്ന പവർ ഏതാ, റിയൽ പവർ. ഹൈപ്പോട്ടന്യൂസിൽ വരുന്ന പവർ ഏതാ, അപ്പാരന്റ് പവർ. അപ്പൊ പവർ ഫാക്ടറിനെ വേറൊരു രീതിയിലും റീപ്രസെന്റ് ചെയ്യാം. പവർ ഫാക്ടർ ഈസ് കോസ് ഫൈ. കോസ് ഫൈ ഈസ് ഈക്വൽ ടു എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം, റിയൽ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. ഓക്കെ, കോസ് ഫൈ ഈക്വൽ ടു റിയൽ പവർ ബൈ അപ്പാരന്റ് പവർ. റിയൽ പവറിന്റെ യൂണിറ്റ് എന്താ, കിലോ വാട്ട്. അപ്പാരന്റ് പവറിന്റെ യൂണിറ്റ് എന്താ, കിലോ വോൾട്ട് ആംപിയർ. ഇത് കിലോയിലാണ്, നമ്മൾ നേരത്തെ വാട്ട് എന്നും വോൾട്ട് ആംപിയറും എന്നാ പറഞ്ഞത്. അപ്പൊ കിലോയിൽ എഴുതുമ്പോൾ കിലോ വാട്ടും കിലോ വോൾട്ട് ആംപിയർ. അപ്പൊ ഈ ഒരു ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോസ് ഫൈ ഈക്വൽ ടു, പല സ്ഥലത്തും ഇങ്ങനെ ചോദിക്കുന്നതാണ് കോസ് ഫൈ. ഒരു നോൺ ഓഫ് ദി ഫോർമുല ടു ഫൈൻഡ് കോസ് ഫൈ. കോസ് ഫൈ ഈസ് ഈക്വൽ ടു കിലോ വാട്ട് ബൈ കെ വി എ. കിലോ വാട്ട് ഡിവൈഡ് ബൈ കെ വി എ. അപ്പൊ ഈ കിലോയെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ കോസ് ഫൈ ഈക്വൽ ടു വാട്ട് ഡിവൈഡഡ് ബൈ വോൾട്ട് ആംപിയർ എന്നും നമുക്ക് റീപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് പവർ ട്രയാങ്കിൾ. അപ്പം അതിൽ ഈ ഒരു ഫോർമുല വേണം, പിന്നെ കോസ് ഫൈയുടെ ഈ പവർ ഫാക്ടറിന്റെ ഫോർമുലയും ഒന്ന് ഓർമ്മിച്ച് വെക്കും. ഓക്കെ, വേണമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് എടുത്തോളൂ. ഓക്കെ, അടുത്തത് നേരത്തെ പവർ ഫാക്ടർ എന്താണ്, കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ്. ഇതും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ക്യു എയിൽ ചോദിക്കാം, ക്വസ്റ്റ്യൻ ആൻസറിൽ ചോദിക്കാം. കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ് ഇസ് നോൺ ആസ് ഡാഷ്. എന്താണ്, പവർ ഫാക്ടർ. അതിന്റെ ഒരു ഫോർമുല ആർ ബൈ ഇസഡ്, റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇംപീഡൻസ്. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. അതേപോലെ റിയൽ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ, അല്ലെങ്കിൽ എങ്ങനെ, റിയൽ പവർ എന്ന് പറയുന്നത് കിലോ വാട്ടും അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് വോൾട്ട് ആംപിയർ. കിലോ വാട്ട് ഡിവൈഡ് ബൈ വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ വാട്ട് ഡിവൈഡ് ബൈ വോൾട്ട് ആംപിയർ, ഏത് ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഡിഫറെന്റ് വേസ് ഓഫ് റിപ്രസെന്റിങ് പവർ ഫാക്ടർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത റെസൊണൻസ് ആണ്. അപ്പം രണ്ട് മീൻസ് സീരീസ് റെസൊണൻസ് സർക്യൂട്ടും പാരലൽ റെസൊണൻസ് സർക്യൂട്ട്, അല്ലെങ്കിൽ സീരീസ് റെസൊണൻസും പാരലൽ റെസൊണൻസും ആണ് സിലബസിൽ പറയുന്നത്. അപ്പം റെസൊണൻസ് എന്താണ്, ആൻഡ് അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, സീരീസ് റെസൊണൻസിൽ എന്താ സംഭവിക്കുന്നത്, റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇപ്പോ സീരീസ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്യൂട്ട് കറണ്ട് വോൾട്ടേജിന് ഇൻ ഫേസ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സർക്യൂട്ടിനെ സീരീസ് സർക്യൂട്ട് എന്ന് പറയും. അത് മാത്രമല്ല, സീരീസ് സർക്യൂട്ട് സീരീസ് റെസൊണൻസ് കണ്ടീഷനിൽ ആക്ട് ചെയ്യുന്നു എന്നും നമുക്ക് പറയാം. എപ്പോഴാ റെസൊണൻസ് കണ്ടീഷൻ ഒക്കർ ആവുന്നത്, സീരീസ് RLC സർക്യൂട്ടില് ഈ ഒരു കണ്ടീഷൻ ഓർമ്മിച്ച് വെക്കണം. എപ്പോഴും അറ്റ് റെസൊണൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഈ ഒരു ഫോർമുല എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. XL ഈക്വൽ ടു XC. അപ്പം ഈ XC ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, XL മൈനസ് XC ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു RLC സീരീസ് സർക്യൂട്ട് ആണ്. ടോട്ടൽ വോൾട്ടേജ് V ആണ്, കറണ്ട് ത്രൂ ദ സർക്യൂട്ട് I എന്ന് എടുക്കുന്നു. ഓക്കെ, ആൻഡ് റെസൊണൻസ് എപ്പോഴാണ് ഒക്കർ ആവുന്നത്, ഇപ്പം ഏതൊരു കണ്ടീഷനിലും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആയിരിക്കുന്ന സമയത്താണ് സർക്യൂട്ട് റെസൊണന്റ് കണ്ടീഷനിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
ഓക്കെ, ഇനി എക്സൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്, എക്സ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. എക്സലിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന്. എക്സലിനെ നമ്മൾ എങ്ങനെയാ റീപ്രസെന്റ് ചെയ്യുന്നത്? ഒമേഗ ഇൻറ്റു എൽ അല്ലേ, ഈക്വൽ ടു എക്സ് എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? 1 ഒമേഗ ഇൻറ്റു സി എന്ന് റീപ്രസെന്റ് ചെയ്യാം. അപ്പം ഇതും ഒരു വേ ഓഫ് റിപ്രസെന്റേഷൻ ആണ്. അപ്പൊ എക്സലിനെ എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? ഒമേഗ എൽ. എക്സ് സി എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? 1 ഒമേഗ സി. ഇനി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, എല്ലാവർക്കും അറിയാം ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. ഇനി ഈ ആംഗുലാർ വെലോസിറ്റി ഉണ്ടല്ലോ, ഒമേഗയെ നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ഒമേഗ ക്യാൻ ബി റിട്ടൺ as ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് എന്ന് എടുക്കാം. 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്ത് എഴുതാം? ഒമേഗ എല്ലിനെ 2 പൈ എഫ് ഇൻറ്റു എൽ എന്നും ഇതിന് 1/2 പൈ എഫ് ഇൻറ്റു സി എന്നും എടുക്കാം. സോ ആ ഒരു രീതിയിലൊക്കെ റിപ്രസെന്റ് ചെയ്യാം. ഇത് വെച്ചിട്ടാണ് ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ് അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്. വരുന്ന സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം റെസൊണൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. റെസൊണൻസും എപ്പോഴാ റെസൊണൻസ് ഒക്കെ ആവുന്നത്, അല്ലെങ്കിൽ റെസൊണൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അല്ലെങ്കിൽ ഒമേഗ എൽ ഈക്വൽ ടു 1 ഒമേഗ സി. ആൻഡ് ഇവിടെയും നമുക്ക് 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 3 എലിമെന്റ്സ് ഉണ്ട്: റെസിസ്റ്റൻസും ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും. അപ്പൊ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസിനെ വി ആർ എന്നും ഇതിനെ വി എൽ എന്നും ബി സി എന്നും എടുക്കാം. ആൻഡ് ഇൻഡക്ടൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ്, ഇൻഡക്ടൻസ് കാരണം ഉണ്ടാകുന്ന റിയാക്ടൻസിനെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നും ഇവിടെ ഇതിനെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നും എടുക്കാം. അപ്പൊ 2 കേസ് നമുക്ക് എടുക്കാം: എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സിയും എക്സ് എൽ ലെസ് ദാൻ എക്സ് സി. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആയിരിക്കുമ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷനാണ്. ഇംപീഡൻസ് എന്ന് പറയുന്നത് എന്താണ്? √R² പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഈ ഫോമുല ഓർമ്മിച്ചു വയ്ക്കുന്നു. അതുപോലെ ഫേസ് ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അതുപോലെ എക്സ് എൽ ലെസ് ദാൻ എക്സ് സി, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചെഴുതാം എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ. എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയിരിക്കുമ്പോൾ ആർ എങ്ങനെ വരും? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എക്സ് എല്ലിന് പകരം എക്സ് സി ഇട്ട് കൊടുക്കാം, എക്സ് സിക്ക് പകരം എക്സ് എൽ ഇട്ട് കൊടുക്കാം. സോ ഇസഡ് ഈസ് ഈക്വൽ ടു √R² പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദി ഹോൾ സ്ക്വയർ. ആൻഡ് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? എക്സ് എൽ മൈനസ് എക്സ് സിക്ക് പകരം എക്സ് സി മൈനസ് എക്സ് എൽ എന്ന് വരും. ഓക്കെ, ആൻഡ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ റെസൊണൻസ് കണ്ടീഷൻ വരുന്നതും സർക്യൂട്ട് റെസൊണൻസിലാണ് അല്ലെങ്കിൽ റെസൊണന്റ് കണ്ടീഷനിലാണ് എന്ന് നമ്മൾ പറയുന്നത്. ആ കണ്ടീഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അല്ലെങ്കിൽ എക്സ് എൽ മൈനസ് എക്സ് സി ഈക്വൽ ടു 0. ഈ സമയത്ത് ഒക്കറാവുന്ന ഫ്രീക്വൻസി പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസി. റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസി അതിനെ റീപ്രസെന്റ് ചെയ്യുന്നത് എഫ് സഫിക്സ് ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കേഴ്സ് അതിന് പറയുന്ന പേരെന്താ? റെസൊണൻസ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അതിനാണ് നേരത്തെ പറഞ്ഞ് ഞാൻ ഒമേഗ വെച്ച് പറഞ്ഞില്ലായിരുന്നോ, അത് വെച്ചിട്ടാണ് റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഇനി റെസൊണന്റ് ഫ്രീക്വൻസിയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നെറ്റ് റിയാക്ടൻസ് ഈക്വൽ ടു 0. എന്തുകൊണ്ട് നെറ്റ് റിയാക്ടൻസ് ഈക്വൽ ടു 0 പറയുന്നത്? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അല്ലേ? റെസൊണൻസ് ഒക്കറാവുന്ന സമയത്ത് എക്സ് എല്ലും എക്സ് സിയും സെയിം ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഇസഡ് ഈസ് ഈക്വൽ ടു √R² അല്ലെ? R² പ്ലസ് എക്സ് എല്ലും എക്സ് സിയും സെയിം ആണ്. എക്സ് എല്ലും എക്സ് സിയും സെയിം ആയിരിക്കുമ്പോ ഈ ടേം എന്തായിട്ട് മാറും? 0 അല്ലെ? അപ്പൊ √R² പ്ലസ് 0, അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു √R². അപ്പൊ ഇസഡിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇസഡ് ക്യാൻ ബി ടേക്കൺ as ഈക്വൽ ടു റെസിസ്റ്റൻസ് ആർ അല്ലെങ്കിൽ ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അപ്പൊ റെസൊണന്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി ഒക്കെ ആവുന്ന സമയത്ത് ഇംപിഡൻസ് വിൽ ബി ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നെറ്റ് റിയാക്ടൻസ് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ് റിയാക്ടൻസ് ഈക്വൽ ടു 0, ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? റെസിസ്റ്റൻസ്.
impedance of the circuit minimum ആണ്, purely resistive and is equal to R. Impedance is equal to resistance R. ഇനി കറണ്ട് ത്രൂ ദ സർക്യൂട്ട് എന്തായി മാറും? മാക്സിമം ആയിരിക്കും. കാരണം എക്സലും എക്സിയും ഇമ്പിഡൻസിന്റെ യാതൊരു ഇമ്പാക്റ്റും വരുന്നില്ല, റെസിസ്റ്റൻസ് മാത്രമേ അപ്പോ വരുന്നുള്ളൂ. അപ്പോ കറണ്ടിനെ എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? I is equal to V/R എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ റിയാക്ടൻസും, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസും വരുന്നില്ല, ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഇഫക്റ്റും വരുന്നില്ല, ഇൻഡക്ടൻസിന്റെ ഇഫക്റ്റും വരുന്നില്ല. അപ്പൊ നമുക്ക് സർക്യൂട്ടിനെ എന്തെന്ന് പറയാം? പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയാം. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. കറണ്ട് വിൽ ബി ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. ഫേസ് ആംഗിൾ തീറ്റയോ ഫൈയോ ഏതെടുത്താലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിപ്രസെന്റ് ചെയ്യാമല്ലോ ആംഗിളിനെ. അപ്പൊ ഫേസ് ആംഗിൾ, വോൾട്ടേജിനും കറണ്ടിനും ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്തായിരിക്കും? ഫേസ് ആംഗിൾ 0 ആയിരിക്കും. അപ്പോ ഈ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസി. ആൻഡ് ഈ ഫ്രീക്വൻസിയിലാണ് നമുക്ക് RLC സർക്യൂട്ട് റെസൊണൻസിൽ അല്ലെങ്കിൽ റെസൊണൻസ് സീരീസ് സർക്യൂട്ടിൽ ഒക്കർ ആവുന്നത് ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. നെറ്റ് റിയാക്ടൻസ് X0, കാരണം XL ഉം XC സെയിം ആണ്. അപ്പൊ XL മൈനസ് XC ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു വരും. അപ്പോ XL മൈനസ് XC 0 ആകുമ്പോൾ Z എന്ന് പറയുന്നത് √R², വിച്ച് ഈസ് ഈക്വൽ ടു R എന്ന് വരും. അപ്പൊ ഇമ്പിഡൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് R എന്ന് വരും. അപ്പൊ ഇമ്പിഡൻസ് റെസിസ്റ്റൻസിന് ഈക്വലന്റ് ആയിരിക്കുമ്പോഴത്തേക്കും സർക്യൂട്ട് എങ്ങനെ ആക്ട് ചെയ്യും? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിട്ട് വരും. പിന്നെ കറണ്ട് എന്ന് പറയുന്നത് V/R എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് Z ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, V/R എന്ന ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കറണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഈസ് ഒക്കറിംഗ് എന്താ പറയുന്നത്? റെസൊണന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി FR എന്നാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അഗൈൻ ഈ FRന്റെ ഇക്വേഷൻ വേണ്ടേ? അതിന് വീണ്ടും നമ്മൾ ആ XL ഈക്വൽ ടു XC എന്ന ഫോർമുലയിലോട്ട് പോകുന്നു. XLന് 2πFR × L എന്ന് എടുക്കുന്നത്. കാരണം എന്താണ്? റെസൊണൻസ് ഒക്കെ ആവുന്നത് കൊണ്ട് ആ ഫ്രീക്വൻസിയെ FR എന്ന് എടുക്കും. അതേസമയം XC എങ്ങനെ എടുക്കാം? XC ഈക്വൽ ടു 1/ωL. ഒമേഗയുടെ വാല്യൂ 2πF ആണ്. അപ്പൊ ഇവിടെ 2πFന് പകരം 2πFR എന്ന് എടുത്തു. അപ്പൊ 1/XC എന്ന് പറയുന്നത് 1/ωC, XL എന്ന് പറയുന്നത് ωL ഉം XC എന്ന് പറയുന്നത് 1/ωC യുമാണ്. ഓക്കെ, അപ്പൊ ഒമേഗയ്ക്ക് പകരം 2πFR ഇട്ടു. ഇവിടെയും 1/2πFR × C എന്ന് ഇട്ടു. 2πയും 2πയും അല്ല, ഇവിടെ 2πFR × L, മറ്റിടത്ത് 1/2πF × C. ഇനി എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടത് എന്താണ്? റെസൊണന്റ് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2πFR L ഈക്വൽ ടു 1/2πFR × C എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിനി ഇങ്ങനെ ചെയ്യാം. ഈ 2πFRനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 2πFR × L ആയിരുന്നു. അതിന്റെ കൂടെ ഈ 2πFR, കാരണം 1/2π അല്ലേ, ഇവിടെ 1/2πF എന്നല്ലേ. അപ്പൊ ഇൻറ്റു 2πFR ഈക്വൽ ടു 1/C എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് FR ആണ്. 2 FR ഉണ്ടല്ലോ, അപ്പൊ എന്ത് കിട്ടും? FR² ഇൻറ്റു ഇവിടെ 2 2π ഉണ്ട്, അപ്പം 2π the whole square. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ 2π അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 2π the whole square ഇൻറ്റു L ഈക്വൽ ടു 1/C എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് FR ആണല്ലോ. അപ്പം 2π² × L ഇപ്പുറത്തോട്ട് താഴോട്ട് പോകും. അപ്പൊ എന്ത് കിട്ടും? FR² ഈസ് ഈക്വൽ ടു 1/2π the whole square അല്ലെ, 2π the whole square ഇൻറ്റു L × C എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് FR ആണ്. ഇവിടെ FR² ഉണ്ടല്ലോ. FR എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തത്തിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. മൊത്തത്തിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ 2π the whole square എന്ന് കിട്ടും. അപ്പൊ അത് സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് വരും. ഓക്കെ, സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ FR എന്തായിരിക്കും? 1/2π √LC. ഇതാണ് റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അപ്പോ ഈ 3 ഇക്വേഷനും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അറ്റ് റെസൊണൻസ് XL ഈക്വൽ ടു XC, അതായത് 2πFR L ഈക്വൽ ടു 1/2πFR × C. അതിൽ നിന്ന് FR കണ്ടുപിടിക്കുക. FR എന്ന് പറയുന്നത്
1/2 pi root LC. ഓക്കെ, ഇനി റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടീഷനിൽ നെറ്റ് റിയാക്ടൻസ് 0 നമ്മൾ പറഞ്ഞു. ഇനി റെസൊണന്റ് ഫ്രീക്വൻസിയുടെ താഴെയാണ് വരുന്നുവെങ്കിൽ, ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി ആണെങ്കിൽ നെറ്റ് റിയാക്ടൻസ് കപ്പാസിറ്റീവും, എബോ റെസൊണന്റ് ഫ്രീക്വൻസി ആണ് വരുന്നതെങ്കിൽ നെറ്റ് റിയാക്ടൻസ് എന്തായിരിക്കും? ഇൻഡക്റ്റീവും ആയിരിക്കും. അപ്പൊ ഈ പോയിന്റും കൂടെ ഒന്ന് വായിച്ചു വയ്ക്കുക. അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി നെറ്റ് റിയാക്ടൻസ് 0, ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി കപ്പാസിറ്റീവും, എബോ റെസൊണന്റ് ഫ്രീക്വൻസി റിയാക്ടൻസ് ഇൻഡക്റ്റീവും ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് സെലക്ടിവിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ എന്താണെന്ന് നോക്കാം. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ RLC സർക്യൂട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ മീൻസ് ആ ഒരു എന്താ പറയാ, ആ ഒരു റീജിയണിനകത്ത് എന്ത് ചെയ്യും? ഒരു ഫ്രീക്വൻസി ബാൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അവിടെ ഒക്കറാവും. ഓക്കെ, അപ്പം RLC സീരീസ് സർക്യൂട്ടിൽ റെസൊണൻസ് ഒക്കറാവുന്ന സമയത്ത് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി FR എന്ന് പറഞ്ഞല്ലോ, ആ റെസൊണന്റ് ഫ്രീക്വൻസിന്റെ ചുറ്റുവട്ടത്തില് ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് F1 എന്ന്, ഇത് FR, ഇത് F1, ഇത് F2. അപ്പം ഈ ബാൻഡിനെയാണ്, അതായത് F1 മുതൽ F2 വരെയുള്ള ഈ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസി ബാൻഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റീജിയൺ, അതിനെന്താ പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സീരീസ് സർക്യൂട്ട്. അപ്പം ഈ ബാൻഡിനെയാണ് F1 മുതൽ F2 വരെ ഒക്കെ ആവുന്ന ആ ഒരു റീജിയണിനെ അല്ലെങ്കിൽ ആ ഒരു ബാൻഡിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഇതില് F1 ഇനിഷ്യൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ചെറിയ ഫ്രീക്വൻസിയും F2 കൂടിയ ഫ്രീക്വൻസിയും ആണല്ലോ. അപ്പൊ ബാൻഡ് വിഡ്ത്തിനെ യൂഷ്വലി റീപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് ഡെൽറ്റ F ഈസ് ഈക്വൽ ടു F2 മൈനസ് F1. ഇതില് F2 എന്ന് പറയുന്നത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും F1 എന്ന് പറയുന്നത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുമാണ്. ഓക്കെ, ആൻഡ് ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഫോർമുല റെസൊണന്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ഈ ഒരു ഫോർമുല ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാം. ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു റെസൊണന്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് ബാൻഡ് വിഡ്ത്ത്. സോ FR ഡിവൈഡ് ബൈ F2 മൈനസ് F1 ആണ് ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ. ഇതിനെ സെലക്ടിവിറ്റി ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതാണ് ക്യൂ ഫാക്ടർ. ഫോർമുല ഓർമ്മിച്ചു വെക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് FRന്റെ ഫോർമുല ഇട്ട് കൊടുക്കാം. FR എന്താ? 1/2 pi root LC into F2 മൈനസ് F1 എന്നുള്ള രീതിയിലും നമുക്ക് എടുക്കാം. ഇനി ക്യൂവിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് നാരോ ആയിരിക്കും. ഓക്കെ, ക്യൂവിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് നാരോ ആയിരിക്കും. ക്യൂവിന്റെ വാല്യൂ കുറവാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് വൈഡ് ആയിരിക്കും. ഇനി ക്യൂ ഫാക്ടർ എപ്പോഴും സർക്യൂട്ടിന്റെ ഇൻഡക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. ക്യൂ ഫാക്ടർ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിന്റെ ക്യൂ ഫാക്ടർ എപ്പോഴും എന്താണ്? കോയിലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡക്റ്റൻസിന്റെ ക്യൂ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇനി ആ കോയിലിന്റെ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് XL/R ആണ്. ഇതൊന്ന് നോക്കുക, XL/R. XL എന്ന് പറയുന്നത് 2 pi FR into L divided by R. ഓക്കെ, FR നമുക്കറിയാം 1/2 pi root LC. ആ FR നമുക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 2 pi L by R ഇട്ടു. ഓക്കെ, FRന്റെ ഫോർമുല എന്താ? ഇൻറ്റു 1/2 pi root of L into C. ഇവിടെ 2 പൈയും 2 പൈയും ക്യാൻസൽ ആവും. ഇവിടെ എന്താ? ഇവിടെ എല്ലും ഇവിടെ റൂട്ട് എല്ലും. എല്ലിനെ നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം? റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എൽ എന്ന് എഴുതാം. എല്ലിനെ എങ്ങനെ എഴുതാം? യൂഷ്വലി റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എൽ ആണ് എൽ, അല്ലേ? അപ്പൊ ഒരു റൂട്ടെല്ലും ഒരു റൂട്ടെല്ലും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് എന്ത് കിട്ടും? 1 divided by R into square root of L by C. L സിയും സ്ക്വയർ റൂട്ടിന്റെ അകത്താണ് കിടക്കുന്നത്. ഇതാണ് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കുക, അതായത് കോയിലിന്റെ ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഓക്കെ, അപ്പം സർക്യൂട്ടിന്റെ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് FR ഡിവൈഡഡ് ബൈ F2 മൈനസ് F1 എന്ന് എടുക്കാം. അതേപോലെ കോയിലിന്റെ ക്യൂ ഫാക്ടർ ഇങ്ങനെയാണ് 1/R root of L by C. ഈ ഒരു ഫോർമുല കൂടെ ഓർമ്മിച്ച് വെക്കുക. ഇത് ബാൻഡ് വിഡ്ത്ത്, മറ്റത് ബാൻഡ് വിഡ്ത്ത് വെച്ചിട്ട് ഇത് R എല്ലും സിയുടെയും വാല്യൂ വെച്ചിട്ട് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 1/R root of L by C. ഇതാണ് സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ കോയിലിന്റെ ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ. അടുത്തത് പാരലൽ റെസൊണൻസ്.
പാരലൽ റെസൊണൻസ് എന്ന് പറയുമ്പോൾ അത് RLC പാരലൽ സർക്യൂട്ടിൽ ഒക്കറാവുന്നതാണ് പാരലൽ റെസൊണൻസ്. ഓക്കെ, ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് എല്ലും സിയും പാരലലി ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. റെസിസ്റ്റൻസിന്റെ ഇഫക്റ്റ് വളരെ കുറവാണ്. അതായത് റെസിസ്റ്റൻസ് വളരെ സ്മോൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ വളരെ കുഞ്ഞു റെസിസ്റ്റൻസ് ആയതുകൊണ്ട് യൂഷ്വലി അതിന്റെ വാല്യൂ നമ്മൾ അങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് എടുക്കില്ല. അപ്പൊ ഇവിടെ ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ഇഫക്റ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഒരു സർക്യൂട്ട് ഒരു സോഴ്സ് ഉണ്ട്, ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡക്ടറിന്റെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് R ആണ്. ഓക്കെ, ഇൻഡക്ടറിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഇൻഡക്ടറിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. IC എന്ന് പറയുന്നത് കപ്പാസിറ്റർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, IL എന്ന് പറയുന്നത് ഈ ഇൻഡക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, കപ്പാസിറ്റർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഇൻഡക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പൊ നമുക്ക് കിർച്ചോഫ്സ് കറണ്ട് ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിർച്ചോഫ്സ് കറണ്ട് ലോ അനുസരിച്ച് ടോട്ടൽ കറണ്ട് ഈ പോയിന്റിൽ വന്നിട്ട് ഈ രണ്ട് ബ്രാഞ്ചിലോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ കറണ്ടിന് നമുക്ക് എങ്ങനെ എടുക്കാം? IL പ്ലസ് IC എന്ന് പറഞ്ഞെടുക്കാം. ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു IL പ്ലസ് IC. അതാണ് അറ്റ് ഈ ജംഗ്ഷൻ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു IL പ്ലസ് IC എന്ന് പറഞ്ഞെടുക്കാം. ഇനി നമ്മൾ നോർമലി എടുക്കുമ്പോഴത്തേക്കും ഇൻഡക്ടറിന്റെ കറണ്ടും കപ്പാസിറ്ററിന്റെ കറണ്ടും വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് എങ്ങനെ എടുക്കാം? ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതാണ് ഈ ഫേസറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻഡക്ടർ വരുമ്പോൾ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജും കപ്പാസിറ്റർ വരുമ്പോൾ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. ഓക്കെ, ഇനി നോർമലി രണ്ട് കറണ്ടും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഐദർ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി അത് ക്യാൻസൽ ഔട്ട് ആവും. ഓക്കെ, XL ഈക്വൽ ടു XC ആയിരിക്കുന്ന സമയത്ത് ഒരു ഇതാണ് പറയുന്നത്, എക്സാക്ട്ലി 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി എക്സലും നമ്മൾ നേരത്തെ പറഞ്ഞ 3 കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ. XL ഈക്വൽ ടു XC, XL ഗ്രേറ്റർ ദാൻ XC, XL ലെസ് ദാൻ XC. ആ 3 കണ്ടീഷൻ ഇവിടെയും എടുക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, XC XL-നെക്കാളും കുറഞ്ഞിരിക്കുന്ന സമയത്ത്, അതായത് നേരെ തിരിച്ചു പറയാം, XL ഗ്രേറ്റർ ദാൻ XC, XL ഗ്രേറ്റർ ദാൻ XC ആയിരിക്കുമ്പോൾ കപ്പാസിറ്റീവ് കറണ്ട് ആണ് ഇൻഡക്റ്റീവ് കറണ്ടിനെക്കാളും കൂടുതൽ വരുന്നത്. സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. XL ലെസ് ദാൻ XC ആയിരുന്ന സമയത്ത് സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. XL ഈക്വൽ ടു XC ആയിരിക്കുന്ന സമയത്ത് അഗൈൻ രണ്ട് കറണ്ട് സെയിം ആയിരിക്കും. സർക്യൂട്ട് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കറണ്ടിന്റെ സർക്യൂട്ടിന്റെ കറണ്ട് 0 ആണെങ്കിൽ എന്താണ്? പാരലൽ LC സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ഇൻഫൈനൈറ്റ് എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെ? അതായത് കറണ്ട് എന്ന് പറയുന്നത് V/Z ആണ്. കറണ്ട് എന്ന് പറയുന്നത് V/Z ആണ്. ഇസഡിന്റെ വാല്യൂ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ കറണ്ടിന്റെ വാല്യൂ 0 ആണെങ്കിൽ I ഈസ് ഈക്വൽ ടു V/Z, അല്ലെങ്കിൽ നമുക്ക് Z ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഓംസ് ലോ അനുസരിച്ച് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു Z എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് Z എന്തെടുക്കാം? Z ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I. ഇപ്പോ സർക്യൂട്ടിന്റെ കറണ്ട് 0 ആണെങ്കിൽ ഇംപിഡൻസ് എന്ത് വരും? വോൾട്ടേജ് ബൈ 0 എന്ന് പറഞ്ഞ് കിട്ടും, അല്ലെ? എനി വാല്യൂ ബൈ 0 നമുക്ക് എന്ത് കിട്ടും? ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുന്നത്. അപ്പോ സർക്യൂട്ടിന്റെ കറണ്ട് 0 ആണെങ്കിൽ ഇംപിഡൻസ് എന്തായിട്ട് വരും? ഇംപിഡൻസ് ഇൻഫൈനൈറ്റ് ആയിട്ട് വരും. ഓക്കെ, ഈ കണ്ടീഷനിലാണ് ഈ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? XL ഈക്വൽ ടു XC ആയിരിക്കും ആൻഡ് സർക്യൂട്ട് പാരലൽ റെസൊണൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഇവിടെയും നമുക്ക് സെയിം റെസൊണന്റ് ഫ്രീക്വൻസി FR, ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കറിംഗ് എന്ന് പറയുന്നത് റെസൊണന്റ് ഫ്രീക്വൻസി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു XL-ഉം XC-യും സെയിം ആയിരിക്കുന്ന സമയത്ത് പാരലൽ ഇംപീഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. IL-ഉം IC-യും സെയിം ആയിരിക്കും. അപ്പൊ IL മൈനസ് IC കറണ്ട്, ടോട്ടൽ കറണ്ട് എന്താവും? 0. ടോട്ടൽ കറണ്ട് 0 ആയിരിക്കുമ്പോഴാണ് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആവുന്നത്. FR എന്ന് പറയുന്നത് 1/2π√LC. ഓക്കെ, ആൻഡ് ഇനി കറണ്ട് എന്ന് പറയുന്നത് അത് ഇതിൽ നിന്ന് തന്നെ കറണ്ട് എന്ന് പറയുന്നത് V/ZP ഇൻഫിനിറ്റി 1/0. അപ്പൊ 0 മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും കറണ്ട് 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം ഇതാണ് ഫോർമുല ഫോർ പാരലൽ റെസൊണൻസ്.
ഇനി മൊത്തം കൺസോൾഡേറ്റ് ചെയ്ത് ഇപ്പം പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ നമ്മൾ പ്യുവർ ഇൻഡക്ടറും പ്യുവർ കപ്പാസിറ്ററും നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അതായത് പാരലൽ റെസൊണൻസ് ഒക്കറാവുന്ന സമയത്ത് അല്ലെങ്കിൽ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ XL ഈക്വൽ ടു XC ആയിരിക്കുമല്ലോ. XL ഈക്വൽ ടു XC ആയിരിക്കുന്ന സമയത്ത് ഇമ്പിഡൻസ് Z എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ആ ഇക്വേഷൻ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ എഴുതി. XL ഈക്വൽ ടു XC ആയിരിക്കുന്ന സമയത്ത് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പം ഇൻഡക്ടറിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ഇതും കൂടെ ഓർമ്മിച്ച് വെക്കുക, ഫേസർ സം ഓഫ് ബ്രാഞ്ച് കറണ്ട് വിൽ നോട്ട് ബി സീറോ. നമ്മൾ കറണ്ട് സീറോ എന്ന് പറഞ്ഞു, പക്ഷെ ചെറിയ ഒരു എന്താ പറയാ, ചെറിയ ഒരു സ്ലൈറ്റ് ആയിട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. ആ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് സീരീസ് ആയിട്ട് വരും. അപ്പം ഇൻഫൈനൈറ്റ്, അങ്ങനെ അത്രയ്ക്ക് ഇൻഫൈനൈറ്റ് ആവില്ല ഇമ്പിഡൻസ്, കാരണം ചെറിയൊരു കറണ്ട് ആയിരിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലോട്ട് പോവില്ല. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇമ്പിഡൻസിന് കിട്ടുന്നത്. ഓക്കെ, ഇനി 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ടിലുള്ളത്. ഒന്ന്, കറണ്ടിനും വോൾട്ടേജിനും അക്രോസ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് 0 ആണ്. ഇമ്പിഡൻസ് മാക്സിമം ആയിട്ടാണ് വരുന്നത്. ലൈൻ കറണ്ട് വളരെ കുറവും. ഓക്കെ, നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു ഇതിലല്ലേ വരുന്നത്. കറണ്ട് 0 ആയിരിക്കുമ്പോഴാണ് ഇൻഫൈനൈറ്റ് വരുന്നത്. പക്ഷെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ചെറിയ കറണ്ട് ഉണ്ടായിരിക്കും. സോ കറണ്ട് മിനിമമും ഇമ്പിഡൻസ് വളരെ കൂടുതലുമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ആൻഡ് ZP യുടെ ഫോർമുല L/CR ആണ്. പാരലൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് L/CR. ആൻഡ് പാരലൽ റെസൊണൻസിന് പറയുന്ന വേറൊരു പേര് എന്താണ്? കറണ്ട് മാഗ്നിഫിക്കേഷൻ. പാരലൽ റെസൊണൻസിന് ആ ഒരു കണ്ടീഷന് പറയുന്നത് കറണ്ട് മാഗ്നിഫിക്കേഷൻ എന്നാണ്. ഓക്കെ, ആൻഡ് ബാൻഡ് വിഡ്ത്ത് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് നോക്കാം. F1 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, F2 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ആൻഡ് ഇവിടെ ഡ്രോപ്പ് ഓഫ് ഇമ്പിഡൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ 2 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും, റെസൊണന്റ് ഫ്രീക്വൻസിയുടെ അപ്പുറവും ഇപ്പുറവും. ആൻഡ് ഈ പോയിന്റിൽ എന്താണ് ZP പാരലൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 0.707 ടൈംസ് ഡ്രോപ്പ്, മാക്സിമം വാല്യൂവിൽ നിന്ന് 0.707 ടൈംസിൽ ഡ്രോപ്പ് ചെയ്യാണ്. മാക്സിമം ഇമ്പിഡൻസിൽ നിന്ന് 0.707 ടൈംസിൽ ഡ്രോപ്പ് ചെയ്യാണ്. ഏതാണ്? ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ ബാൻഡ് വിഡ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് F2 മൈനസ് F1 ആണ് ബാൻഡ് വിഡ്ത്ത്. ആൻഡ് ഈ ഫോർമുല ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ZP എന്ന് പറയുന്നത് L/CR. ഓക്കെ, ഇപ്പം റെസിസ്റ്റൻസ് കുറവാവുകയാണെങ്കിൽ ഇവിടെ ZP ഈക്വൽ ടു L/CR. Z-ഉം R-ഉം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. R കുറഞ്ഞാൽ Z കൂടും, അല്ലെങ്കിൽ R കൂടിയാൽ Z കുറയും. ബാൻഡ് വിഡ്ത്ത് എപ്പോഴും പാരലൽ ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പാരലൽ ഇമ്പിഡൻസ് ഏത് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റെസിസ്റ്റൻസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബാൻഡ് വിഡ്ത്ത് ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇമ്പിഡൻസ് റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ജനറലി നമുക്ക് ഈ ഒരു പോയിന്റ് പറയാം, ബാൻഡ് വിഡ്ത്ത് എപ്പോഴും റെസൊണൻസ് സർക്യൂട്ടിന്റെ ബാൻഡ് വിഡ്ത്ത് ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? Q ഫാക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാൻഡ് വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ F2 മൈനസ് F1, അതിന് നമുക്ക് FR ഡിവൈഡഡ് ബൈ Q എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, ഇനി പാരലൽ റെസൊണൻസ് സർക്യൂട്ടിനെ ടാങ്ക് സർക്യൂട്ട് എന്നും പറയും. മിക്കവാറും ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന എല്ലാ സർക്യൂട്ട്സിലും പാരലൽ റെസൊണൻസ് അല്ലെങ്കിൽ പാരലൽ സർക്യൂട്ട് റെസൊണൻസ് ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിലായിരിക്കും കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത്. കറണ്ട് മാഗ്നിഫിക്കേഷൻ സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് എന്നാണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ടിനെ ജനറലി പറയാറ്. ഓക്കെ, ഇനി ഇത് കുറച്ച് കമ്പാരിസൺസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് സീരീസ് സർക്യൂട്ടിനെ പാരലൽ സർക്യൂട്ടിനെ റെസൊണൻസ് സർക്യൂട്ടിന്റെ കുറച്ച് ആ പറയുന്ന കമ്പാരിസൺസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റെസൊണന്റ് ഫ്രീക്വൻസി സെയിം ആണ്, 1/2π√LC. ഇവിടെയും 1/2π√LC. അറ്റ് റെസൊണൻസ് കണ്ടീഷൻ XL ഈക്വൽ ടു XC, ഇവിടെ XL ഈക്വൽ ടു XC. ആൻഡ് ഈ ഒരു പോയിന്റ് ഓർമ്മിക്കുക, സീരീസ് സർക്യൂട്ടില് ZR ഈസ് ഈക്വൽ ടു R ആണ്, പക്ഷെ ഇവിടെ ആണെങ്കിലോ ZR ഈക്വൽ ടു L/RC അല്ലെങ്കിൽ L/CR. സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ കറണ്ട് മാക്സിമമും ഇവിടെ മിനിമം 0 അല്ല, ചെറിയ ഒരു കറണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ക്വാളിറ്റി ഫാക്ടർ സെയിം തന്നെ, XL/R. ബാൻഡ് വിഡ്ത്തും സെയിം ഉള്ള രീതിയിൽ എടുക്കാം, XL/R എന്ന് എടുക്കാം.
ഓക്കെ, അപ്പം ഇത്രയുമാണ് റെസണൻസിൽ വരുന്നത്, സീരീസ് റെസണൻസും പാരലൽ റെസണൻസും. അപ്പൊ ഈ കുറച്ച് ഫോർമുലകൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഫോർ റെസണൻസ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് മൊഡ്യൂള് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തുള്ള Q&A നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ RLC സീരീസ് സർക്യൂട്ടും പല ഇമ്പിഡൻസസ് വരുമ്പോഴത്തേക്കുമുള്ള ഈ പറയുന്ന പോലെ സർക്യൂട്ടിന്റെ നേച്ചർ, ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് നേച്ചറും ഇൻഡക്റ്റീവ് നേച്ചറും ആ സമയത്തുള്ള വോൾട്ടേജ് കറണ്ടിന് ഫേസർ റിലേഷൻഷിപ്സും നമ്മൾ നോക്കി, അതിന് റിലേറ്റ് ചെയ്ത ഫോർമുലകൾ നോക്കി, പവർ ഫാക്ടർ എന്താണെന്ന് നോക്കി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ, 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവറും അതിന്റെ ഇക്വേഷൻസും പവർ ട്രയാങ്കിൾ നമ്മൾ നോക്കി. അതിനോടൊപ്പം തന്നെ സീരീസ് റെസണൻസ് സർക്യൂട്ടും പാരലൽ റെസണൻസ് സർക്യൂട്ടും. അപ്പം ഇത്രയുമായിരുന്നു ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. Full syllabus based capsule notes and other study materials in PDF format. 3000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു ഉഗ്രൻ കോംബോ പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ.